ബ്ലാക്ക് ഹിൽസിലെ കാഴ്ചകൾക്ക് ശേഷം നേരെ മടങ്ങുന്നത് ഭുജിലേക്കാണ്. ബൈക്ക് എടുക്കുവാൻ വന്നപ്പോഴാണ് ഒരു കുട്ടി ലിഫ്റ്റ് ചോദിച്ചു കൂടെ വന്നത്. ഇവിടുന്ന് 8 കിലോമീറ്റർ ദൂരത്തിലാണ് അവൻ്റെ വീട്. അവൻ്റെ പേര് അൽപേഷ്. എന്നാൽ പിന്നെ അവനെയും കൂടെ കൂട്ടിയേക്കാം എന്ന് വിചാരിച്ചു. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വൈകുന്നേരങ്ങളിൽ ഡാൻസും പാട്ടും കൂത്തുമൊക്കെയുണ്ട്. അതിന് നൃത്തത്തിനായുള്ള ഡ്രസ്സുമായി വന്നതാണ് അവൻ. വിശപ്പിൻ്റെ വിളി. പശുക്കൾക്ക് പുല്ലുമായിട്ട് വന്ന ഒരു പിക്കപ്പ് വാനാണ്. അതിലേക്ക് അവിടെ ഉണ്ടായിരുന്ന പശുക്കളെല്ലാം ഓടി അടുക്കുകയാണ്. വിശപ്പ് എല്ലാ നാട്ടിലും ഒരുപോലാണല്ലോ. മലയടിവാരത്തിലെ കൃഷിത്തോട്ടങ്ങളിൽ നിന്നും കൃഷി ചെയ്തു വരുന്ന പുല്ലുകളാണിത്. ഇതിന് പ്രത്യേകതരം വാഹനവുമുണ്ട്, പ്രത്യേകതരം ജോലിക്കാരുമുണ്ട്. പശുക്കൾക്ക് ഭക്ഷണം നൽകുന്നത് ഒരു പുണ്യമായി ഇവിടെ കണക്കാക്കപ്പെടുന്നു. പശുക്കൾക്ക് മാത്രമല്ല, ആർക്ക് ഭക്ഷണം നൽകിയാലും അതൊരു പുണ്യം തന്നെയാണ്. അന്നം തരുന്നവൻ ആരാണോ അവനാണ് ദൈവം. മലയിറങ്ങി തുടങ്ങുമ്പോൾ തന്നെ അങ്ങകലെ നമുക്ക് ആ ഉപ്പുപാടങ്ങൾ ദൃശ്യമാണ്. നല്ല രസമാണ് കാണാൻ. മഞ്ഞുകട്ടകൾ പോലെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഇറക്കമാണ്, നല്ല സ്പീഡിലാണ് വാഹനം പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കി നോക്കി വേണം ഇറങ്ങുവാൻ. തിരികെ വരും വഴി ആ അത്ഭുതം ഒന്നുകൂടി അനുഭവിച്ചറിയുവാൻ മാഗ്നറ്റിക് സോണിൽ ഞാൻ വാഹനം ഒന്ന് നിർത്തി. സ്വിച്ച് ഓഫ് ചെയ്തു. വാഹനം നീങ്ങുവാൻ തുടങ്ങി. ഏകദേശം 10 കിലോമീറ്റർ സ്പീഡോളം ഉണ്ട് വാഹനത്തിന്. അത്തരത്തിൽ നല്ല സ്പീഡിലാണ് വാഹനം നീങ്ങുന്നത്. ആരോ നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന രീതിയിലാണ് വാഹനം പോകുന്നത്. എന്നെപ്പോലെ തന്നെ വരുന്നവരെല്ലാം ഇവിടെ നിർത്തി വാഹനം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇതൊരു ഇന്നോവ, അവരും ട്രൈ ചെയ്ത് നോക്കുകയാണ്. കൂടെ കൂടിയ കൂട്ടുകാരൻ പിന്നിലിരുന്ന് ഓരോ കഥകളൊക്കെ പറയുന്നുണ്ട്. ആളുടെ സ്കൂളിൽ പോകുന്ന കാര്യങ്ങളും ഈ പാട്ടിനും ഡാൻസിനുള്ള ഡ്രസ്സുകൾ കൊണ്ട് കൊടുക്കുന്നതും ഈ ഡ്രസ്സ് കഴുകി ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി. കുറേ കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷവാനായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാമമെത്തി. അദ്ദേഹം അങ്ങനെ ഇറങ്ങിപ്പോയി അവിടെ ടാറ്റയൊക്കെ പറഞ്ഞ്. എനിക്ക് വൈകിട്ട് ട്രെയിനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ ഗ്രാമത്തിലൊന്നും പോകുവാൻ സാധിക്കില്ല. ഞാനും പെട്ടെന്ന് അവിടെ നിന്ന് യാത്ര തിരിച്ചു. വഴിയരികിൽ കണ്ടൊരു കാഴ്ചയാണ്. ഒരു ഗ്രാമീണൻ അയാളുടെ പശുക്കളെയുമായിട്ട് നടന്നു പോകുന്നു. എല്ലാം മെലിഞ്ഞ പശുക്കളാണ്. കുടിവെള്ളത്തിനായി ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു നാടാണ് ഇതെല്ലാം. കുറച്ചു ദൂരത്തെ യാത്രയ്ക്ക് ശേഷം വീണ്ടും ഒരാൾ വാഹനത്തിന് കൈ കാണിച്ചു. അദ്ദേഹത്തിനെയും കയറ്റി അങ്ങകലെ എവിടെയോ പോത്ത് കൃഷിക്കായി പോകുന്നതാണ്. ഇവിടെ വാഹനങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ഇവർ ടൂ വീലറുകളെയും ഈ വരുന്ന ലോറികളെയും ഒക്കെയാണ് ആശ്രയിക്കുന്നത്. പബ്ലിക് വെഹിക്കിൾസ് ഈ റൂട്ടിൽ വളരെ കുറവാണ്. ലോറികളെല്ലാം ഉപ്പും കയറ്റി പോകുന്നത് കൊണ്ട് തന്നെ ഒന്നും അങ്ങനെ നിർത്താറില്ല. ലോറിയിൽ നിന്ന് വീട് പോകുന്ന ഉപ്പ് നമുക്ക് വഴിയരികിൽ ഇങ്ങനെ കാണാം. രണ്ട് സൈഡിലും ഉപ്പിൻ്റെ കല്ലുകൾ ഇങ്ങനെ വീട് വീണ് കിടപ്പുണ്ട്. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ അദ്ദേഹവും പോത്തിനെ വളർത്തുന്ന സ്ഥലമെത്തി. ഗുലാം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇവിടെ നിന്നും 8 കിലോമീറ്റർ അകലെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വീട്. ഇവിടെ വന്നാണ് പോത്തിനെ വളർത്തുന്നത്. ഇവിടെ തന്നെ ചെറിയ പോത്തിൻ്റെ കൂടുകളും കാര്യങ്ങളുമുണ്ട്. ഒരുപാട് ആളുകൾ ഇതുപോലെ മരുഭൂമിയിൽ പോത്തിനെ വളർത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്താണ് ഇപ്പം മീറ്റ് കയറ്റുമതിയിൽ ഒന്നാം സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ബീഫ് കഴിക്കുവാൻ സാധിക്കില്ല. അത് എന്തുകൊണ്ടാണ്, അതിൻ്റെ ലോജിക്ക് എന്ന് ഒരു രീതിയിലും നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയങ്ങളിലാണ് ഇവിടുത്തെ മീറ്റിൻ്റെ പ്രൊഡക്ഷൻ ഡബിളായി വന്നത്. ആലോചിച്ചാൽ ഒരു അന്തവുമില്ല, ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല എന്ന രീതിയിൽ തന്നെ ഞാൻ യാത്ര തുടർന്നു. സംസ്കരണത്തിനായി ഫാക്ടറികളിലേക്ക് ഉപ്പുകളും കയറ്റിപ്പോകുന്ന വാഹനങ്ങളാണിതെല്ലാം. നമ്മുടെ നാട്ടിലെ പോലുള്ള ഇത്തരത്തിലുള്ള ഹോൾസുകളുള്ള ഇലക്ട്രിക് പോസ്റ്റുകളാണ് ഇവിടെ എല്ലാം കാണുവാൻ സാധിക്കുന്നത്. നല്ല കാറ്റുള്ള പ്രദേശമാണ്, അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ജംഗ്ഷനിൽ നിന്നാണ് ഞാൻ വൈറ്റ് സാൻഡ് ഡെസേർട്ടിലേക്ക് തിരിഞ്ഞു പോയത്. ഹിൽ ഏരിയ കണ്ടുവന്നപ്പോൾ വേറെ റൂട്ടിൽ കൂടാണ് ഇങ്ങോട്ട് വന്നത്. ഉപ്പ് കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ തിരക്കാണ് വഴിയിൽ മൊത്തവും. ഇനി ഇവിടെ നിന്നും ഭുജിലേക്ക് 52 കിലോമീറ്റർ സഞ്ചരിക്കണം എനിക്ക്. വഴിയിൽ കണ്ടൊരു വാഹനാപകടം മനസ്സിനെ വല്ലാതെ ബാധിച്ചു. സ്ട്രെയിറ്റ് ആർട്ട് റൂട്ടാണ്, നല്ല റോഡുകളാണ്. അതുകൊണ്ട് തന്നെ ലോഡും കയറ്റി വാഹനങ്ങൾ വരുന്നത് നല്ല സ്പീഡിലാണ്. ഈ വാഹനത്തിന് നല്ല രീതിയിലുള്ള പരിക്കുകളുണ്ട്, അതുപോലെ ഡ്രൈവർക്കും പറ്റിയിരിക്കും. ഇത് കണ്ടപ്പോഴേ എൻ്റെ സകലമാന നിയന്ത്രണവും വിട്ടു. ഇനി മെല്ലെ പോയേക്കാമെന്ന് ഞാനും തീരുമാനിച്ചു. കാരണം എനിക്ക് വൈകിട്ട് വണ്ടിയുള്ളത് കൊണ്ട് ഞാനും അത്യാവശ്യം സ്പീഡിലാണ് യാത്ര ചെയ്തിരുന്നത്. ഒരു ചെറിയ അശ്രദ്ധ പോലും ചിലപ്പോൾ ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഇത്തരത്തിൽ വലിയ വലിയ ഒട്ടകങ്ങളും ഇതുപോലെ റോഡ് ക്രോസ് ചെയ്യാറുണ്ട്. ഇതും അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇരുചക്ര വാഹനത്തിൽ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടകങ്ങൾ മൂലം വലിയ വലിയ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇതൊരു സാങ്കല്പിക രേഖയാണ്. അതായത് സൂര്യൻ നമ്മുടെ തലയുടെ മുകളിലെത്തുമ്പോൾ ഈ ഒരു ലൈനിൽ കൂടെയാണ് സൂര്യൻ പാസ് ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു. ഉത്തരായന രേഖ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ചണ്ഡീഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര ആൻഡ് മിസോറാം തുടങ്ങിയ മേഖലയിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. നമ്മൾ പഠിച്ച പാഠങ്ങളൊക്കെ ഓർക്കുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഓർമ്മ വരും. പക്ഷേ അന്നൊന്നും പഠിച്ചിട്ടില്ല ഇതൊന്നും.
ഇതൊക്കെ നേരിൽ കാണുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. 50 കിലോമീറ്ററോളം യാത്ര ചെയ്ത ശേഷമാണ് ഒന്ന് കയറി നിൽക്കുവാൻ ഒരു തണൽ മരം കണ്ടത്. നമ്മുടെ നാടിനെ സ്തുതിച്ചു പോവുകയാണ് ഇതൊക്കെ കാണുമ്പോൾ. ഏതായാലും ആ തണൽ മരത്തിൻ്റെ ചോട്ടിൽ കുറേ നേരം ഒന്ന് നിന്നു. കാരണം അത്രത്തോളം വെയിലിലാണ് യാത്ര ചെയ്ത് ഇവിടെ എത്തിയത്. ഇത് വിളവെടുത്തു പോയ ഒരു കൃഷിപ്പാടമാണ് ആവണക്കാണ്. ഇതിൽ നിന്ന് എണ്ണയാണ് എടുക്കുന്നത്. ഇവിടുന്ന് കൃഷിയെല്ലാം എടുത്തു പോയിരിക്കുന്നതാണ്. അതൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ നിന്നു. കയ്യിലുണ്ടായിരുന്ന വെള്ളം ഫുള്ള് കുടിച്ചു തീർക്കുന്നതിന് മുമ്പാണ് ഓർത്തത്, എനിക്ക് ഇത്രയും നേരം തണൽ തന്ന ഈ മരം, ആ മരത്തിനും ബാക്കി വെള്ളം കൊടുത്തിട്ട് അത് നേരെ ബോട്ടിലെടുത്ത് ബാഗിൽ വെച്ചു. കാരണം ഇത്തരം പ്ലാസ്റ്റിക് ഫ്രീ സോണാണ്. ഇന്ത്യയെ സംബന്ധിച്ചോളം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവരുടെ നാട് നമ്മൾ മൂലം ഒരു രീതിയിലും ചീത്തയാകാൻ പാടില്ല. വഴിയരികിൽ കണ്ട ഒരു ഗ്രാമപ്രദേശമാണ്. ഏതായാലും അതിനുള്ളിലേക്ക് വാഹനവുമായിട്ടൊന്ന് ജസ്റ്റ് കയറി നോക്കി. എന്തോ ആഘോഷങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അത് കാണുവാൻ വേണ്ടി കയറിയതാണ്. വാളും പരിചയം വരെ പലരുടെയും കയ്യിലുണ്ട്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഒന്ന് അറിയണം, അതാണ് ഉദ്ദേശം. शादी शादी है आज है आज नाइट है शादी इधर नहीं है प्रोग्राम है प्रोग्राम है ओ मैं केरल से केरल केरला केरला मुझ में हाँ चाय पियोगे चाय नहीं है नहीं चाहिए नहीं चाहिए नमस्ते केरल से केरल से आए हाँ केरल से कैसे घूमने के लिए हाँ घूमने के लिए अच्छा अच्छा ठीक है आज तो ये शादी है हाँ आज शादी है हाँ जी शादी है मेरे लड़का की शादी है ओके ओके चल ठीक ठाक है ना हाँ। चाय पानी पियेंगे खाना नहीं 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 चाहिए नहीं कुछ चाहिए नहीं कुछ नहीं है अच्छा नहीं तो खाना चाय पानी सब मिलेगा यार। नहीं 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 ठीक नहीं है। ओके ठीक है देव आलू बड़ी कट ചേട്ടൻ വരുന്നുണ്ട് क्या भाई मैं केरल से ये है ना हाँ ये तलवार है तलवार है ओ ये पहनने वाला हार है ओ रिकॉर्डिंग और समथिंग यूट्यूबर है यू आर यूट्यूब हाँ केरल से व्हाट्स योर नेम गांधी 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 व्हाट गांधी ओनली गांधी ओके ठीक है चाय बा पिला नहीं 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 चाहिए केरल से हाँ हाँ ठीक या घूमने के लिए इधर आया हाँ हाँ आपका नाम हाँ गोविंद गोविंद आपका नाम गांधी अच्छा ठीक ओके ठीक है ओके ഇന്ന് അവിടെ ഒരു കല്യാണം നടക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാളും പരിചയം സംഭവം ഒക്കെ ഉണ്ട്. അവരുടെ പരമ്പരാഗതമായിട്ട് മാറി മറിഞ്ഞു വരുന്ന കുറേ കാര്യങ്ങളാണ് അതൊക്കെ. എന്തായാലും അവർ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചായ കുടിച്ചിട്ട് പോകാം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് സമയമില്ലായിരുന്നു. ഞാൻ ഡ്രൈവ് ചെയ്ത് വൈകുന്നേരമായപ്പോഴത്തേക്കും ഭുജിലേക്ക് കടന്നിരിക്കുന്നു. വൈകുന്നേരങ്ങളിലും രാവിലെയും ഇവിടെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ചന്തകൾ കാണാം. ആ ചന്തകളിൽ മിക്കവയും വിൽക്കുന്നത് പുല്ലുകളാണ്. ഒരു കെട്ട് പുല്ലിന് 10 രൂപയാണ്. ഇത് കൂടാതെ ഇവരുടെ തനതായ വിഭവങ്ങൾ, ക്യാരറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ ആ ചന്തയിൽ തന്നെ വിൽക്കുന്നത് നമുക്ക് നേരിട്ട് കാണുവാൻ സാധിക്കും. ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് എനിക്ക് എൻ്റെ ഈ റെൻറ്റ് വാഹനം ഏൽപ്പിക്കുവാൻ, അതുകൊണ്ട് തന്നെ അങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്. അതിൻ്റെ പരിസരത്തെത്തിയപ്പോൾ തന്നെ പച്ചക്കറി കടകൾ സജീവമായി തുടങ്ങി. റോഡിൻ്റെ ഇരു സൈഡിലും പച്ചക്കറി കടകളുണ്ട്. രാവിലെയും 6 മണിക്ക് ഞാൻ വന്നപ്പോഴും ഈ കാഴ്ചകൾ ഞാൻ കണ്ടിരുന്നു. അന്നേരം ഇതിലും നല്ല തിരക്കായിരുന്നു. ഭുജ് ഏകദേശം വളർന്നു വരുന്ന ഒരു നഗരമാണെന്ന് തോന്നുന്നു. കാരണം കുറേ പുതിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്ര തരം വികസനങ്ങൾ വന്നാലും ഈ ഗോമാതാക്കൾ അത്യാവശ്യം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് എല്ലാ സഞ്ചാരികൾക്കും. എത്ര തരത്തിലുള്ള മാതാക്കളാണെങ്കിലും ഇതുപോലെ അഴിച്ചുവിട്ട് വളരുന്നത് അത്ര നല്ലൊരു രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിലെ വാഗമണ്ണിലും ഇത്തരത്തിലുള്ളൊരു രീതി അവലംബിച്ചു പോരാറുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട്ടുകാർ. അവിടെ തമിഴ് വംശകരാണ് കൂടുതലായിട്ടും താമസിക്കുന്നത്. അത് വാഹനങ്ങൾക്കും സഞ്ചാരികൾക്കും അവിടെയും അപകടം സൃഷ്ടിക്കാറുണ്ട്. ഉത്തരേന്ത്യയിൽ മാത്രമല്ല ഈ ഒരു കാഴ്ച. ഉത്തരേന്ത്യയിൽ ഈ കാഴ്ച കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. ഡിപ്പോസിറ്റായി നൽകിയ 5000 രൂപയും തിരികെ വാങ്ങി എന്നെ ഏകദേശം 250 കിലോമീറ്ററിലധികം വളരെ സേഫായിട്ട് കൊണ്ടു നടന്ന ഈ വാഹനത്തോട് തൽക്കാലം വിട പറഞ്ഞ് പിരിയുകയാണ് ഞങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ, സീ യു സൂൺ.